അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അവൽ വിളയിച്ചതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 4 കപ്പ് അവൽ ഞാൻ എടുത്തിട്ടുണ്ട്. 4 കപ്പ് അവലിന് 4 കപ്പ് തേങ്ങ, 4 കപ്പ് അവലിന് 2 കപ്പ് മധുരം. അത് ശർക്കര മാത്രവും ചേർക്കാം, പപ്പാതിയും ചേർക്കാം, അത് അവരവരുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ പകുതി 1 കപ്പ് ശർക്കരയും 1 കപ്പ് കരിപ്പെട്ടിയും എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് ആ എടുത്ത അളവിൻ്റെ കപ്പിന് 1 കപ്പ് വെള്ളമേ ചേർക്കാവൂ. ചേർത്ത് അതിനെ തിളപ്പിച്ച് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കപ്പലണ്ടിയും കടലപ്പരിപ്പും ചൂടാക്കി അതും മാറ്റി വെച്ചിട്ട് നമുക്ക് അവൽ വിളയിപ്പിക്കാൻ പറ്റിയ ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് ഈ നേരത്തെ ഉരുക്കി വെച്ച മധുരം അതിനകത്ത് അരിച്ചൊഴിക്കണം. അരിച്ചൊഴിച്ചിട്ട് അതിൽ ഹൈ ഫ്ലെയിമിൽ തീ കത്തിച്ച് തിളച്ച് വരുന്ന ചൂട് പിടിച്ച് നല്ല ചൂടായി വരുമ്പോൾ തേങ്ങ ഇടണം. തേങ്ങ ഇട്ടിട്ട് തീ ഇത്തിരി കുറച്ച് വയ്ക്കണം. കുറച്ച് വെച്ച് നല്ലതുപോലെ ഇളക്കണം. ഇളക്കി ഈ വെള്ളം അങ്ങ് വറ്റി വരുന്ന തേങ്ങയുടെ വെള്ളവും മധുരത്തിൻ്റെ വെള്ളവും കൂടെ കൂടി യോജിച്ച് ആ വെള്ളം അങ്ങ് വറ്റി നല്ല ഡ്രൈ ആയി പോകരുത്. വെള്ളം വറ്റി വരുമ്പോഴേ ആ കുമിള വരും. അത് നമ്മളെ ഈ ഇളക്കുന്ന ചട്ടുകത്തിനകത്തും അത് ഒട്ടിയിരിക്കും. ആ പരുവമാകുമ്പം തീ അങ്ങ് ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ ഏലക്ക നല്ലതുപോലെ ചതച്ച് പൊടിച്ചത്, ഞാൻ മിക്സിയിലല്ല പൊടിച്ചത്, കല്ലിൽ പൊടിച്ചെടുത്തതാണ്, അത് 1 ടീസ്പൂൺ ഇടണം. ടീസ്പൂൺ ഇട്ടിട്ട് അവലിടണം. അവൽ ഞാൻ വറുക്കുകയും ഒന്നും ചെയ്തില്ല, നല്ല റോസ് അരിയുടെ കട്ടിയുള്ള അവലാണ്. ആ അവൽ ഹൈ ചൂടിൽ, നല്ല ചൂടിൽ അവലിടരുത്. ഇച്ചിരി ചൂട് കുറഞ്ഞതിന് ശേഷമേ ഇട്ട് കൊടുക്കാവൂ. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. മധുരം എല്ലായിടത്തും യോജിച്ച് വരുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പും കപ്പലണ്ടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് ആ ചട്ടുകം വെച്ച് ഒന്ന് ഒതുക്കിയെടുക്കണം. മധുരം എല്ലായിടവും ആയെന്നാവുമ്പം ഒതുക്കി ഒന്ന് വെച്ചിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, മധുരം നിയന്ത്രിക്കാൻ എല്ലാ ഭാഗവും തൂവി കൊടുക്കണം. തൂവി കൊടുത്ത് തണുക്കുമ്പോൾ നമുക്ക് കഴിക്കാം. പഴവുമായിട്ട് കഴിക്കാം, എല്ലാതെയും കഴിക്കാം. അപ്പം ഇത് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.